ഹലോ ഗായ്സ്, ഞാൻ മഞ്ജു. ഇന്ന് ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം മക്കൾക്ക് പനിയാണ്. മൂത്ത ആൾക്ക് ഇതേ പനി വന്ന് കുറഞ്ഞപ്പോഴേക്കും ചെറുത് കണ്ടോ, പനിയാണ്, നല്ല പനി. അപ്പോൾ ഇന്നലെ പോലെ ഹോസ്പിറ്റലിൽ കളിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇന്നിപ്പോൾ ഇച്ചിരി ഒന്ന് പനി വിട്ടിട്ടേ ഉള്ളൂ. മരുന്ന് കൊടുക്കുമ്പോൾ കുറയും, പിന്നെയും കൂടുക. അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വന്നത്, ഞാനിന്ന് രാവിലെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഒരു ന്യൂസ് കണ്ടു. അതായത് ഒരു അമ്മ, ഒരു 50-60 വയസ്സുണ്ടാവും, നല്ല നല്ല ഭംഗിയുള്ള അത്യാവശ്യം ആരോഗ്യമുള്ള അമ്മയാട്ടോ. അമ്മ ഇങ്ങനെ പറയുവാണ്, എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. പക്ഷേ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നോക്കി. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്നെ വേണ്ട, അവരെന്നെ വൃദ്ധ സ്ഥാനത്തിലാക്കി വയ്ക്കുവാന്ന്. അപ്പോൾ എനിക്ക് കേട്ടാൽ ഒത്തിരി ഫീൽ ചെയ്തൊരു സംഭവമാണ്. കാരണം എനിക്ക് 2 മക്കൾ, ഈ 2 മക്കൾ ഒരാഴ്ചയോളമായി പനിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, വരിക, നമ്മളിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുവാണ്. 2 ദിവസം അടിയിരിപ്പാണ്, കയ്യിൽ പിടിച്ച്. മറ്റവൻ മടിയിലുണ്ടാവും, ഇവനും ഉണ്ടാവും. ഇങ്ങനെ നമ്മളിരിക്കും നോക്കി. കാരണം ഭക്ഷണമില്ല, ഇവരൊന്നും കഴിക്കത്തുമില്ലല്ലോ. കറിയൊക്കെ വയ്ക്കുന്നത് ഞാൻ രാത്രി 11 മണിക്ക് ചായ വന്നതിന് ശേഷമാണ് കറി വരെ വെക്കുന്നത് വീട്ടിൽ. കാരണം അങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് നെഞ്ച് പടപ്പാണ്. നമ്മൾ ചെറിയ എടുത്തുകൊണ്ട് ഓടും ഹോസ്പിറ്റലിലേക്ക്. ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. എല്ലാ സൗകര്യമുണ്ട്, വണ്ടിയുണ്ട്, വഴി സൗകര്യമുണ്ട്. നമുക്ക് ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടെങ്കിലും ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ കാലം അങ്ങനെയല്ല. പണ്ട് വെച്ചാൽ എത്രയോ കിലോമീറ്റർ മക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും. അന്ന് 1-2 മക്കളല്ല, ഇന്നത്തെ കാലം 2 മക്കളൊക്കെ ഉള്ളൂ. പക്ഷെ അന്ന് 8-9 മക്കളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എടുത്തുകൊണ്ട് ഓടി എത്രയോ കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ മേടിക്കും. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടു, എൻ്റെ അമ്മയെ മരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയ മക്കളാണ് വലുതാകുമ്പോൾ ഈ മാതാപിതാക്കളെ വേണ്ട. അവർക്ക് കുഞ്ഞിലെ ഇവരുടെ എല്ലാ കാര്യവും നോക്കുന്ന ഈ മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട. അപ്പോൾ ഇവരെന്താക്കും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കും. ചില മക്കളുണ്ടല്ലോ തിരിഞ്ഞ് നോക്കുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു മക്കളെ കൂടെ ആയിരിക്കും ഈ മാതാപിതാക്കൾ ഉണ്ടാവുക. അപ്പോൾ ഇവർ തിരിഞ്ഞ് നോക്കുകയല്ല കേട്ടോ. എന്നിട്ട് പറയും, എനിക്കൊന്നും തന്നില്ലല്ലോ, അവനല്ലേ എല്ലാം കൊടുത്തു, അവൻ വേണമെങ്കിൽ നോക്കട്ടെ, അങ്ങനെ ചിന്തയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന മക്കളൊരു കാര്യം ചിന്തിക്കണം, അവരിന്ന് ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ ഈ കാരണവന്മാരുടെ അധ്വാന ഫലം തന്നെയായിരിക്കും. ഇവർ സ്വന്തം ഉണ്ടാക്കിയതൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് അതായത് അവരിന്ന് ജീവിക്കുന്ന ആ ഒരു ആരോഗ്യം, അവരുടെ ആരോഗ്യമൊക്കെ ഈ കാരണവന്മാരുടെ ഒരു വലിയ കാരണവന്മാർ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. പണ്ടത്തെ അമ്മമാരുടെ വയറൊക്കെ നോക്കിയാലറിയാം, വയറ് മുറുക്കി കെട്ടിയിട്ട് പിന്നെ ആകെ വയറിലൊക്കെ പാടായിരിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി അമ്മമാർ കഴിച്ചു എന്നുകൊണ്ട് മക്കൾക്ക് കൊടുത്തിട്ട് ഇപ്പോൾ അമ്മമാർ കഴിക്കാതിരിക്കും. അങ്ങനെ നോക്കിയ അമ്മമാരെ അപ്പന്മാരാണ് ഈ മക്കൾക്ക് വേണ്ടാണ്ടായത്. അപ്പോൾ ഇപ്പോൾ ചില മക്കൾ പറയും, ഞാൻ നോക്കണ്ടല്ലോ, നീയല്ലല്ലോ, ഞാനല്ലേ നോക്കുക, അല്ലെ ഞാൻ നോക്കേണ്ട ആവശ്യം എനിക്കൊന്നും തന്നിട്ടില്ല, അല്ല നിനക്ക് തന്നോന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്ന മക്കളൊക്കെ ഒരു കാര്യം ചിന്തിക്കുക, നാളെ നിങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ മക്കളെ തിരിച്ച് പറയും. അവൾ ഈ ഓൾഡ് ഏജ് ഹോമിലാക്കി ഈ അമ്മമാരുടെ മക്കളുടെ അവസ്ഥ നാളെ അത് തന്നെയാണ്. കാരണം അവരുടെ മക്കൾ കാണുവാണ് ഈ പറയുന്ന അമ്മമാരെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരും ചിന്തിക്കുക, എന്താ പറയുക, എൻ്റെ അമ്മയപ്പനും ചെയ്തതല്ലേ ഞാനും ചെയ്യാം, അത് തെറ്റല്ല എന്ന് അവർക്ക് തോന്നലുണ്ടാവും നാളെ. അപ്പം നാളെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ നമ്മളെ നോക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുക. ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് കൊണ്ട് തള്ളേണ്ട പട്ടിയും പൂച്ചയൊന്നും അല്ല അവർ. നമുക്ക് ജന്മം തന്നവരാണ്. നമുക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി നമുക്കൊരു 4 കാല് നടക്കുന്ന നമ്മൾ 2 കാലിൽ നിന്ന് എല്ലാം സ്വന്തം കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാക്കി തന്നവരാണ് ആ മാതാപിതാക്കൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെയൊന്നും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് എത്തിക്കരുത്. നാളെ നിങ്ങളുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും. പിന്നെ മാതാപിതാക്കളൊന്നും തന്നില്ല, ഞാൻ നോക്കില്ല, ആ ചിന്ത വെക്കരുത്. കാരണം അവർ തന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളിന്ന് ജീവിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ മാതാപിതാക്കൾ നിങ്ങൾക്ക് അവർ കിടക്കാനുള്ള സ്ഥലവും അല്ലെങ്കിൽ വീടും അതിൻ്റെ സൗകര്യവും നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ തന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ അവരൊന്നും തന്നില്ല, ഞാൻ നോക്കില്ല, അങ്ങനെയൊന്നും ആരും പറയരുത്. അത് മാതാപിതാക്കൾ ഉപേക്ഷിക്കരുത്. വല്ല പറ്റുന്ന പോലെ നിങ്ങൾ നോക്കുക. പൊന്നു പോലെ എടുത്തുകൊണ്ടൊക്കെ ഞാൻ പറയില്ല, പക്ഷേ പറ്റുന്ന പോലെ വല്ലപ്പോഴൊക്കെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു.